നമ്മുടെ VD സതീശന് ഒരു ചിരിയ നടക്കൂല മക്കളെ, നടക്കൂല. അവിടെ ഭൂഗർഭ പാത അടിവാരത്തിൽ നിന്നും നേരെ മേപ്പാടിയിലേക്ക് എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ വിടൂല. കാരണം മലയൊക്കെ ഇവരുടെ പേരിലാണല്ലോ ഉള്ളത്, തറവാട്ട് വകയാണല്ലോ മല. ഞങ്ങൾ അതിനെ അനുവദിക്കൂല. ലോകത്തെ ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള ഒരു ജനതയായി കേരളത്തിലെ ജനങ്ങൾ മാറിയിരിക്കുക. ഏറ്റവും കുറഞ്ഞ ശിശു മരണനിരക്ക്, ഇൻഫാന്റി മോർട്ടാലിറ്റി റേറ്റ് അമേരിക്കയേക്കാൾ കുറവാണ് ഇവിടെ. ഇതിന് പ്രധാന കാരണം പിണറായി ഗവൺമെന്റിന്റെ കീഴിൽ നമ്മൾ വല്ലാതെ പുരോഗതി കൈവരിച്ചു. ആ കൈവരിച്ചതിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ റോഡുകൾ, നമ്മുടെ ജീവിത പരിസരം മുഴുവനും തന്നെ മാറിയിരിക്കുക. ഒരു 10 വർഷം മുമ്പ് മരിച്ചൊരു മനുഷ്യൻ ഇവിടത്തേക്ക് തിരിച്ചു വരികയാണെങ്കിൽ വെടിതിരിയാതെ അങ്ങോട്ടങ്ങനെ തിരിച്ചു പോകാനാ സാധ്യത. കാരണം അത്രമാത്രം ഇവിടെ മാറിയിട്ടുണ്ട്. ഒരു 5 വർഷം മുമ്പ് ഗൾഫിൽ പോയവർ തിരിച്ചു വന്നിട്ട് ഞാൻ എന്തിനാണ് ഗൾഫിൽ പോകുന്നത്, ഇവിടെ തന്നെ നല്ല റോഡുണ്ടല്ലോ, ഇവിടെ തന്നെ സുഭിക്ഷം ഭക്ഷിക്കാനുണ്ടല്ലോ, പട്ടിണ്ടാക്കുന്ന ആരുമില്ലാത്തൊരവസ്ഥയാണല്ലോ എന്ന് സ്വയം പറഞ്ഞു പോകും. ഇത് സത്യമാ, യാതൊരു സംശയമില്ല. വെറുതെ ഒരു ഗവൺമെന്റിനെയോ ഒരു ചിന്താസരണിയെയോ ഒരു രാഷ്ട്രീയ സഖ്യത്തെയോ പുകഴ്ത്തി പറയാനുള്ളതല്ല. നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, നമ്മളൊക്കെ കുട്ടിക്കാലം എങ്ങനെയാണ്, ഒരു 20 വർഷം മുമ്പ് നമ്മുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു നാം ചെലവഴിച്ചത് എന്ന്, അന്ന് നമ്മുടെ ഭക്ഷണത്തിന്റെ ഇനങ്ങൾ എന്തായിരുന്നു എന്ന്, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് എന്താണ് എന്ന്, അന്ന് നമ്മുടെ ജീവിത സൗകര്യം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. നമ്മൾ വല്ലാതെ മാറി, ചിന്താപരമായി നമ്മുടെ സ്വപ്നങ്ങൾ മാറി. സാധാരണ പ്രായമാകുന്ന സമയത്ത് സ്വപ്നങ്ങളൊക്കെ മടിയുമെന്നുള്ളതാ. നേരെ മറിച്ച 80ന്റെ തികവിലാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് പുതിയ തലമുറയെ മനസ്സിൽ കണ്ട്. ഞാൻ പറഞ്ഞു, അവിടെ വയനാട്ടിലേക്ക് ഭൂഗർഭ പാത എന്ന് പറയുന്ന ഒരു ആശയമുണ്ടല്ലോ, ആ ആശയം മുന്നോട്ട് വെക്കുന്നതാണ് ഏറ്റവും വലിയ വിപ്ലവം. ചിന്തിക്കണം. അല്ലെങ്കിൽ അതിവേഗ ട്രെയിന്, അങ്ങനത്തെ ഒരു ആശയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയണ്ടേ? നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം പറയാറുണ്ട്, നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, എന്താണോ നമ്മുടെ ഉറക്കം കെടുത്തുന്നത് അതാണ് സ്വപ്നം എന്ന് പറയും എന്നത്. ഇപ്പോൾ പിണറായി വിജയൻ സഖാവിൻ്റെ ആഗ്രഹങ്ങൾ ഒന്ന് അതിവേഗ പാതയാ. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു തീവണ്ടി, ഒരു പെൺകുട്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ 4 മണിക്കൂർ കൊണ്ട് കണ്ണൂരെത്തുന്ന ഒരു തീവണ്ടി. ഇപ്പോൾ വന്ദേ ഭാരതിനൊക്കെ 8 മണിക്കൂർ 6 മണിക്കൂറിലധികം പിടിക്കുന്നുണ്ട്. അത് മാത്രമല്ല ടിക്കറ്റ് കിട്ടാൻ വലിയ പ്രയാസ. അതിനെക്കാട്ടി ഞങ്ങൾ ലോട്ടറി എടുക്കല പലപ്പോഴും കാണുന്നതാണ്. 2 മാസം മുമ്പൊക്കെ തന്നെ എടുക്കണം. അതിൻ്റെ റേറ്റ് ആവട്ടെ, എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ പോവുകയാണെങ്കിൽ സാധാരണ ജനശതാബ്ദിക്ക് 180 അല്ലെങ്കിൽ 200 രൂപയാണെങ്കിൽ ഇതിന് 2000 രൂപയിലധികം വരുന്നുണ്ട്. എന്നിട്ടും എടുക്കാൻ തയ്യാറാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, വണ്ടിയിൽ നിന്ന് വരുന്ന സമയത്ത് സാധാരണ ട്രെയിനാണെങ്കിൽ ഓരോ സ്റ്റേഷനിലെത്തുന്ന സമയത്തും തന്നെ അമ്മ ഞാൻ ഇവിടെത്തി, കൊല്ലത്തെത്തി, തൃശ്ശൂരെത്തി, ഷൊർണൂരെത്തി. ഒരു അമ്മ മനസ്സ് പിടയുന്നൊരു അമ്മ അവരുടെ വീട്ടിലിരിക്കുന്നുണ്ട്. ഈ 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികൾ വീട്ടിൽ കൂടണിയുന്നതിന് വരെ ഈ അമ്മക്ക് സ്വസ്ഥതയില്ല. ആ സ്വസ്ഥതയ്ക്കൊരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇടതുപക്ഷവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പറയുന്നത് നമുക്ക് അതിവേഗ തീവണ്ടി വേണമെന്ന്. ഇത് പറയുന്ന സമയത്ത് നമ്മുടെ VD സതീശന് ഒരു ചിരിയ നടക്കൂല മക്കളെ, നടക്കൂല. അവിടെ ഭൂഗർഭ പാത അടിവാരത്തിൽ നിന്നും നേരെ മേപ്പാടിയിലേക്ക് എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ വിടൂല. കാരണം മലയൊക്കെ ഇവരുടെ പേരിലാണല്ലോ ഉള്ളത്, തറവാട്ട് വകയാണല്ലോ മല. ഞങ്ങൾ അതിനെ അനുവദിക്കൂല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാവങ്ങളുടെ പെൻഷൻ 1600-ൽ നിന്ന് 2000 ആക്കെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറ്റൂല. കോൺഗ്രസിനെ തറവാട്ടിൽ നിന്ന് എടുത്തിട്ടാണോ നമ്മളിവിടെ കൊടുക്കുന്നത്? ഇവിടെയാണ് നിഷേധാത്മക, ദ പൊളിറ്റിക്സ് ഓഫ് നെഗറ്റിവിറ്റി എന്ന് പറയും. എല്ലാം നിഷേധാത്മകമായി ചിന്തിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും അതിന് പറ്റിയൊരു പാർട്ടിയും അതിന് പറ്റിയൊരു കൂട്ടാളികളും.